ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സിനിമാ കോൺക്ലേവിലെ അധിക്ഷേപ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തേക്കില്ല, കേസെടുക്കാൻ കഴിയില്ല എന്ന നിയമോപദേശമാണ് വരുന്നത്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, എന്താണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിയമോപദേശം? അധിക്ഷേപം ചൊരിഞ്ഞാലും അടൂരിനെതിരെ കേസ് വേണ്ട എന്നതാണോ? വിനീത, കോൺക്ലേവിൽ വെച്ച് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ വിവാദ പരാമർശത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന നിയമോപദേശമാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. മ്യൂസിയം പോലീസിലാണ് ദിനു വയലിൽ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് ഇത് സംബന്ധിച്ച വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെയാണ് നിയമോപദേശം തേടിയത്. ആ നിയമോപദേശത്തിൽ SC/ST വിഭാഗത്തെ അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ് നിയമോപദേശം ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് SC/ST വിഭാഗത്തെ അധിക്ഷേപിച്ചെന്ന ആ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന നിയമോപദേശം പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കേസെടുക്കാൻ സാധ്യതയില്ല. നേരത്തെ തന്നെ ദിനു വയലിൽ ഈ കോൺക്ലേവിൽ വിവാദ പരാമർശം തൊട്ടു പിന്നാലെയാണ് പരാതി മ്യൂസിയം പോലീസിൽ നൽകിയത്. അവിടെ സ്ത്രീകൾക്കെതിരെയും ഒപ്പം പട്ടികജാതി വിഭാഗത്തിനെതിരെയും അധിക്ഷേപ പരാമർശം നടത്തിയെന്നായിരുന്നു ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഈ കോൺക്ലേവിന്റെ വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ തിരുത്തണമെന്ന ആവശ്യമാണ് വ്യാപകമായി ഉയർന്നത്. അങ്ങനെ പട്ടികജാതി വിക്ഷേപിച്ചു എന്ന് തന്നെയാണ് വിമർശനവും ഉണ്ടായത്. അത് സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ ഒടുവിൽ പോലീസ് ഇപ്പോൾ നിയമോപദേശം സ്വീകരിച്ചപ്പോൾ ആ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടില്ല, അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെ പട്ടികജാതി വിഭാഗത്തെ, ദളിത് വിഭാഗത്തെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇനി പോലീസ് കേസെടുക്കാനുള്ള സാധ്യതയില്ല. ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതി തള്ളാനാണ് സാധ്യത. വിനീത, റോഷിപാൽ, വലിയ വിമർശനങ്ങളാണല്ലോ എല്ലാ കോണുകളിൽ നിന്ന് ഉയർന്നത്. മാത്രമല്ല ആ വേദിയിൽ തന്നെ പുഷ്പവതിയെ പോലുള്ളവർ പ്രതിഷേധിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇതൊരു അധിക്ഷേപമല്ല എന്ന മട്ടിൽ ചില പ്രതികരണങ്ങളും മറുഭാഗത്ത് വന്നിരുന്നു. പക്ഷേ അടൂർ രണ്ടാമതും ഈ പ്രസംഗിച്ചത് കൂടാതെ വീണ്ടും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഈ അധിക്ഷേപം തുടരുന്നതാണല്ലോ നമ്മൾ കണ്ടത്. വിനീത, അടൂർ ഗോപാലകൃഷ്ണൻ വേദിയിൽ കൃത്യമായി ദളിത് വിഭാഗത്തിന് അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിനും സ്ത്രീകൾക്കുമുള്ള സിനിമാ ഫണ്ട് സംബന്ധിച്ച് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്ന് കണ്ടതുകൊണ്ടാണ് പുഷ്പവതി അവിടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ചോദ്യം ചെയ്തത്. അതിനുശേഷം വിവിധ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഇത് സംബന്ധിച്ച് അടൂർ ഗോപാലകൃഷ്ണനെതിരെ വിമർശനം ഉയർന്നതാണ്. തൊട്ട് പിറ്റേന്ന് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുമ്പോൾ അതിനേക്കാൾ മോശമായ രീതിയിൽ പുഷ്പവതിയെ പരിഹസിക്കുന്നതാണ് കണ്ടത്. പിന്നീട് അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച് ശ്രീകുമാരൻ തമ്പി അടക്കമുള്ളവർ രംഗത്ത് വന്നപ്പോഴും അവർ പുഷ്പവതിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അതാണ് റോഷിപാൽ. ഒരു നിമിഷം